ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ദയവായിട്ട് ഈ ഒരു വീഡിയോ കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഇത് PIB ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന നമ്മുടെ x.comലുള്ള പഴയ ട്വിറ്ററിൽ ഉള്ള ഒരു പേജാണ്. ഇത് ദയവേത് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട്, അതായത് പാകിസ്ഥാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന്, മറ്റേത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയും ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ നമ്മുടെ ട്വിറ്ററിലും ഒക്കെ നമ്മൾ കാണും. അത് നമുക്ക് സത്യമാണോ എന്ന് അറിയാനായിട്ട് ഈ ഒരു പേജ്, ഇത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജാണ്. ഇതിനകത്ത് പാകിസ്ഥാന്റെ വ്യാജമായ സകല ആരോപണങ്ങളെയും പൊളിച്ചെടുക്കാറുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ കുറച്ചു മുമ്പാണ് വാർത്താ സമ്മേളനം കഴിഞ്ഞത്. പാകിസ്ഥാന്റെ എല്ലാ ക്ലെയിമുകളും, അതായത് ഇന്ത്യയുടെ S-400ന്റെ കേന്ദ്രം ആക്രമിച്ചു, നമ്മുടെ ബ്രഹ്മോസ് കേന്ദ്രം ആക്രമിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന സകല ക്ലെയിമുകളും ഫേക്ക് ആണെന്നുള്ളത് ഇന്ത്യ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പാകിസ്ഥാന്റെ വ്യാജമായ ആക്രമണങ്ങൾ, ഇവിടെ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ സ്ക്വാഡ്രൺ ലീഡറായിട്ടുള്ള ശിവാംഗി സിംഗ് അവരുടെ പിടിയിലായി, അതായത് ഇന്ത്യയുടെ വിമാനം അവരെ വെടിവെച്ചിട്ട് അവരുടെ പിടിയിലായി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ വാർത്ത അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാക്ട് ചെക്ക് നടത്തിയിട്ട് ആ ഒരു വ്യാജ വാർത്ത ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ PIB ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമില്ല. ഈ ക്ലെയിം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഫേക്ക് ആണ് എന്ന് ഇന്ത്യ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്ലെയിമാണ് ന്യൂഡൽഹി വിമാനത്താവളത്തെ പാകിസ്ഥാൻ ആക്രമിച്ചു, മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് 17ഓളം സ്ഫോടനങ്ങൾ നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് എയർപോർട്ട് പൂർണ്ണമായി തകർന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ്. അതും കൃത്യമായിട്ട് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് സ്റ്റേഷന്റെ പൊട്ടിത്തെറിയാണ്. യമനിൽ നടന്നൊരു പൊട്ടിത്തെറി, 2024 ഓഗസ്റ്റിൽ നടന്നൊരു പൊട്ടിത്തെറിയാണ് ഈ ഒരു വീഡിയോ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. PIB ഫാക്ട് ചെക്കിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പഴയ പല വീഡിയോകളും കുത്തിപ്പൊക്കിക്കൊണ്ട് എവിടേക്കോ നടന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മറ്റൊന്ന് AI ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ നടന്നതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാം, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ കലിപ്പ് തീരാത്തതെന്ന് മാത്രം ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ തിരിച്ചടി മുറയ്ക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി തിരിച്ചടി കിട്ടുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ യുദ്ധം നിർത്താൻ പറ്റുക? നാണം കെട്ട് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ 7 യുദ്ധവിമാനമൊക്കെ തള്ളിയിട്ടിരുന്നെങ്കിൽ അതാ ഞങ്ങൾ 7 യുദ്ധവിമാനം തള്ളിയിട്ടു, ഞങ്ങൾ പ്രതികാരം ചെയ്തു, ഞങ്ങൾ ഇതാ നിർത്തുന്നു എന്ന് പറഞ്ഞ് വന്നാൽ പോരെ അമ്മാവന്മാർക്ക്. അപ്പൊ അത് വരാതെ ഇവർ വീണ്ടും വീണ്ടും പലതരത്തിൽ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർക്ക് കിട്ടിയ തിരിച്ചടി പോലെ ഒന്ന് ഇന്ത്യക്ക് കിട്ടുന്നില്ല. ഇന്ത്യ അവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നു, എന്നിട്ട് തിരിച്ചടി വീണ്ടും കൊടുക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ അതൊന്നും എണ്ണി എണ്ണി പറയത്തില്ല, അത് പല പല കാരണങ്ങളുണ്ട്. ഇനി അടുത്ത് പാകിസ്ഥാന്റെ മറ്റൊരു ക്ലെയിം ദാ ഈ ഒരു വീഡിയോ നോക്കാം. ഇന്ത്യൻ പൈലറ്റിനെ ഇവര് വെടിവെച്ചിട്ട് ഏതൊരു പൈലറ്റ് ഇജക്റ്റ് ആയി പോകുന്നു ആസാദ് കാശ്മീരിൽ നിന്നുള്ള വീഡിയോ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതും ഇന്ത്യ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ S-400 തകർത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. എന്തൊരു ഫേക്ക് ന്യൂസ് ആണ് അടിച്ചിറക്കുന്നത് നോക്കൂ പാകിസ്ഥാനികൾ. ശരിക്കും പറഞ്ഞാൽ ബ്രിക്സ് ന്യൂസ് എന്നൊക്കെ ഇങ്ങനത്തെ പേരുകളായിട്ട് വെച്ചിരിക്കുന്നവര്, ആ ഒരു പേജിന്റെ പേര് നോക്ക്, ബ്രിക്സ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തു വയ്ക്കുന്നത്. അതായത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ചൈന കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇന്ത്യ തകർത്തല്ലോ, അപ്പൊ തിരിച്ചവർ തകർക്കാനൊക്കെ നോക്കി, കുറെ ഡ്രോണുകൾ അയച്ചു, മിസൈൽ അയച്ചു, ഒന്നും നടക്കുന്നില്ല. എന്നാ പിന്നെ ഫേക്ക് ആയിട്ട് അങ്ങ് തകർത്തു എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാന്നും പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അതും നമ്മുടെ PIB ഫാക്ട് ചെക്ക് നടത്തിയിട്ട് വാർത്ത വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ പറഞ്ഞില്ലേ, റോയിട്ടേഴ്സ് എന്ന് പറയുന്ന തറ മാധ്യമം പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ആരും വിശ്വസിക്കരുതെന്ന്. ഇവിടെ തന്നെ നോക്കുക, 4 ലോക്കൽ ഗവൺമെന്റ് സോഴ്സസ് പറഞ്ഞു അത്രേ, റോയിട്ടേഴ്സിനോട് പറഞ്ഞു അത്രേ, 3 ഫൈറ്റർ ജെറ്റുകൾ ക്രാഷ് ആയിട്ട് ഹിമാലയൻ റീജിയണിൽ വീണ് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഏതോ വിമാനം തകർന്നു കിടക്കുന്നതിന്റെ ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ട് ഇവരങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഏതോ ഒരു ഷക്കീൽ അഹമ്മദോ എന്നങ്ങാണ്ടാണ് അയാളുടെ പേര്, അയാൾ പ്രചരിപ്പിക്കുകയാണ്. അവിടെയും ഇന്ത്യ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ദിസ് ക്ലെയിം ഈസ് ഫേക്ക്. ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ്. വെറുതെ വന്നിട്ട് ഒരു കാര്യം ഇന്ത്യ നിഷേധിക്കില്ല, പാകിസ്ഥാനെയും ചൈനയും പോലെ. ഇന്ത്യയുടെ ഗവൺമെന്റ് പറയുന്ന ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെയധികം അക്കൗണ്ടബിലിറ്റി ഉള്ളതായിരിക്കും. നാളെ കോടതിയിൽ പോയാൽ പോലും അവർക്കത് ബോധ്യപ്പെടുത്തേണ്ടതാണ്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, പാകിസ്ഥാനെയും ചൈനയും പോലെ അല്ല. മറ്റൊരു ക്ലെയിം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് നടന്നു. ഇന്ത്യയുടെ 70% ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഈ സൈബർ അറ്റാക്ക് കാരണം തകർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഫേക്ക് ആണ്. ദിസ് ക്ലെയിം ഈസ് ഫേക്ക് എന്ന് PIB ഫാക്ട് ചെക്ക് നടത്തിയിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ നടത്തുന്നത് സമാനതകളില്ലാത്ത ഫേക്ക് ആയിട്ടുള്ള വാർത്തകളുടെ പ്രചരണമാണ്. അടുത്തൊരു വാർത്ത നോക്കുക, ഇവർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു വ്യാജ വാർത്തയാണ്. അതായത് ഇന്ത്യയുടെ പോസ്റ്റുകൾ തകർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. അതും ഫാക്ട് ചെക്ക് നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ക്ലെയിമും ഫേക്ക് ആണ്, ഈ വീഡിയോ ഓൾഡ് ആണ്, ഇപ്പോഴത്തെ സംഭവമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് റിലേറ്റഡ് അല്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് 2020 നവംബർ 15 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതാണ് എന്നും ഫാക്ട് ചെക്കിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള വീഡിയോകളുടെയും പോസ്റ്റുകളുടെയും പ്രചാരണമാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ഇപ്പോൾ ഫേക്ക് വാർത്തകൾ അച്ചടിച്ചുണ്ടാക്കുകയാണെന്നാണ് തോന്നുന്നത്. ജയ്പൂർ എയർപോർട്ട് തകർത്തു. എനിക്ക് തോന്നുന്നു ഈ പാകിസ്ഥാനികൾ ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളും അവർ ഇതുപോലെ അങ്ങ് വാർത്തയാക്കുന്നെന്നാണ് തോന്നുന്നത്. ഇതാ നമ്മുടെ ജയ്പൂർ എയർപോർട്ട് തകർത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് എങ്ങാണ്ട് പങ്കുവച്ചിട്ടുണ്ട്. ഈ ക്ലെയിംസും ഫേക്ക് ആണെന്ന് ഫാക്ട് ചെക്ക് നടത്തിക്കൊണ്ട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ജയ്പൂർ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ഒരു ക്ലാരിഫിക്കേഷനും ഇതിനോടൊപ്പം തന്നെ ഫാക്ട് ചെക്കിൽ അവർ പുറത്തുവിട്ടിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. സോ ഇത്തരത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ഫേക്ക് ആയിട്ടുള്ള വാർത്തകളെ കുറിച്ച് നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കേണ്ടത് കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന അവരുടെ ആക്രമണങ്ങൾ ലോകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ മാത്രം ചെയ്തു എന്നേ നാളെ വരൂ. ഇന്നിപ്പോ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളോ മിണ്ടാതിരിക്കുന്ന രാജ്യങ്ങളോ ഒന്നും നമ്മൾ നോക്കണ്ട. കുറെ ദിവസം കഴിയുമ്പോൾ മനുഷ്യാവകാശം ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ഓരോ ശ്രമങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നാളെ നമ്മുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഇവരോരോന്ന് പറഞ്ഞു വരുമ്പോൾ ഇരവാദം ഇറക്കുന്ന സമയത്ത് നമുക്ക് ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് കൂടെ നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ പ്രവർത്തികൾ എപ്പോഴും ഇന്ത്യ അവരിങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സപ്പോർട്ട് വേണം. നമ്മുടേത് വളരെ കൃത്യമായിട്ടുള്ള റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ രാജ്യത്തോടും ലോകത്തോടും ഉണ്ട്. നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ലോകം വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കങ്ങനെ പാകിസ്ഥാനെ പോലെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ആർക്കും ഒരു സംശയവും അതിൽ വേണ്ട. ആ മറുപടി ഇങ്ങനെ മുറക്കി കിട്ടുന്നോണ്ടാണ് കലിപ്പ് തീരണില്ലല്ലോ എന്നും പറഞ്ഞ് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും വരുന്നത്. ഈ വെടികൊണ്ട പന്നിയെ പോലെ ഓടും എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് പാകിസ്ഥാൻ. കാരണം പോകുന്ന പോക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്തായാലും അവർക്ക് മനസ്സിലായി, പന്നിക്ക് മനസ്സിലായി വെടികൊണ്ടു ഞാൻ ചത്തുപോകുമെന്ന് മനസ്സിലായി. അപ്പൊ ചാവുന്നതിന് മുമ്പ് എങ്ങനെ അക്രമം ഉണ്ടാക്കാൻ പറ്റുമോ, എന്തൊക്കെ നഷ്ടം ഉണ്ടാക്കാൻ പറ്റുമോ, അതുകൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ അത് ചെയ്യുന്ന പോലത്തെ ഒരു ചെയ്ത്താണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും അവർ ചെയ്തിട്ട് ഏൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് പാകിസ്ഥാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് മുമ്പ് ഫാക്ട് ചെക്ക് നടത്തുക. നമ്മൾ ഇന്ത്യക്കാരും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വാർത്തകൾ കാണേണ്ട ഒരു സമയമാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യുന്നതിന് ഒരുപാട് സമയമെടുക്കും. കാരണം അത് അവരായിട്ട് വാർത്തകൾ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ സോഴ്സുകൾ നമുക്കറിയില്ല, അതിനെ തൽക്കാലം വിശ്വാസത്തിൽ എടുക്കാനേ നമുക്ക് കഴിയൂ. പക്ഷെ ഇങ്ങോട്ട് ഇവർ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഇവിടുത്തെ ഒരു എയർപോർട്ട് അവർ ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഇന്ത്യക്ക് ഫാക്ട് ചെക്ക് നടത്തിയിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റും. അതാണ് ഇപ്പോൾ PIB പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തമാണ്. PIBയുടെ ഫാക്ട് ചെക്ക് ടീം ഇത് നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നിർബന്ധമായിട്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.